അതെ, നിങ്ങൾക്ക് വില കുറച്ച് കൂടുതലാ. കൊന്നും കട്ടും പിടിച്ചു പറിച്ചും നിങ്ങൾ ഉണ്ടാക്കിയാനൊക്കെ നല്ല വിലയാ. ബോട്ട് കണ്ടക്ടർ യതീന്ദ്രനും പൂക്കച്ചവടക്കാരി പാർവതിയും വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയതിന് അത്രത്തോളം വിലയില്ല, സമ്മതിച്ചു. പക്ഷേ ഞങ്ങൾക്കുള്ളത് ശാശ്വതമാണ്. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ഞങ്ങൾക്ക് പറ്റും. കാരണം ആരുടെയും കണ്ണീര് ശാപവും ഞങ്ങളുടെ തലയ്ക്ക് മേലില്ല. ഈ കല്യാണം തകർക്കാനല്ലേ ചേച്ചി അനിയത്തിയും കൂടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നെ? എന്നാ കേട്ടോ, ഞാൻ ആത്മാഭിമാനമുള്ളൊരു പെണ്ണാണെങ്കിൽ, ഞാൻ പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. നിങ്ങൾ രണ്ടാളും വന്ന് അതിഗംഭീരമായി ആ സദ്യ കഴിച്ചിരിക്കും. വരണേ. ഹലോ, ഒന്ന് നിന്നേ. വെല്ലുവിളിച്ചിട്ട് നീ അങ്ങനങ്ങ് പോയാലോ? പിന്നെ 2 ദിവസം ഇവിടെ കയറി താമസിക്കണോ? നീ പറഞ്ഞത് സത്യോ? ഈ കല്യാണം മുടക്കാൻ വേണ്ടി തന്നെ എന്റെ പദ്ധതി. അങ്ങനെ 2 ലക്ഷണം കെട്ട അലവലാദികളെ എന്റെ മരുമക്കളായി വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. കല്യാണം മാത്രമല്ല, നിന്റെയൊക്കെ ജീവിതവും ഞാൻ തകർക്കും. നിന്റെ കുടുംബം ഞാൻ കുളം കുത്തി കുട്ടിച്ചോറാക്കി നശിപ്പിച്ച് പണ്ടാറടക്കുന്നത് നിനക്ക് കാണണോ? അന്നെല്ലാം നഷ്ടപ്പെട്ട് പാപ്പരായി ഞങ്ങൾ തെരുവിലിറങ്ങിയപ്പോ നീ അത് കണ്ട് കുറെ ആസ്വദിച്ചില്ലേ? ദയ, നിന്റെ ഔദാര്യം. കള്ളിയാ, പഠിച്ച കള്ളിയാ നീ. അതെ, ഞാൻ കള്ളിയാ. എന്നെക്കാൾ വലിയ കള്ളികളുടെ മുന്നിൽ മാത്രം. എന്തിനാണെന്നറിയോ? അവരെ പൊളിച്ചടുക്കാൻ, അവരുടെ മുഖം മൂടി പിച്ച് ചീന്തി സമൂഹത്തിന്റെ മുന്നിൽ നിരത്തി നിർത്താൻ ചെയ്യും ഞാൻ. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. കളപ്പുരക്കൽ ശർമിള സംയുക്തയുടെ തന്ത്രങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. പോട്ടെ വല്യമ്മേ, ചോറിയമ്മേ. നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ? ഞാൻ രജനീകാന്തിന്റെ സിനിമയിലെ ഒരു ഡയലോഗ് കടമെടുക്ക. കണ്ണാ പന്നിങ്കതാം കൂട്ടമാ വരും, സിംഗിളാത്താൻ വരും. എന്ത് ചെയ്യും ചേച്ചി? വരും ഒരവതാരം ഇവളെ ഇല്ലാതാക്കാൻ. കാത്തിരുന്ന് കണ്ടോ. ഇയാൾക്ക് കണ്ണ് കണ്ടൂടെ? ആരയാള്?
നിങ്ങൾ പേടിക്കണ്ട, ആക്രമിക്കാൻ വന്നതല്ല, മാപ്പ് പറയാൻ വന്നതാ. വിശ്വസിക്കില്ലെന്നറിയാം. അത്രയും വലിയ ദ്രോഹങ്ങളല്ലേ ഞാൻ നിങ്ങളോട് ചെയ്ത്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ജീവിക്കാനുള്ള കൊതി കൊണ്ടാ. അതിന് ഞാൻ കണ്ടെത്തിയ മാർഗം ചില്ലറ ഉടായ്പകളായിരുന്നു. കല്യാണവീരനാ. ഒത്തിരി പെൺകുട്ടികളുടെ പൊന്നും പണവും ഞാൻ കവർന്നിട്ടുണ്ട്. പക്ഷെ ഇന്നോളം ഒരുത്തിയുടെ മാനം ഞാൻ കവർന്നിട്ടില്ല. എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങളെന്നല്ല, എൻ്റെ ഭാര്യ പോലും എന്നെ വിശ്വസിച്ചില്ല. ഒടുവിൽ അവളും കുഞ്ഞും എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയും ചെയ്തു. സത്യം പറഞ്ഞ ഞാൻ ഈ തരികിടയൊക്കെ കാണിച്ചത് അവർക്ക് വേണ്ടിയാ. അവരെ നന്നായിട്ട് പോറ്റാനാ. അതിന് ഈ ഒരു വഴിയേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ജനറ്റിക് ക്യാരക്ടർ അതായിപ്പോയി. ചെറിയൊരു മനോരോഗ. വഴി കിടന്ന് കുറച്ച് കാശ് കിട്ടിയാ ചിലപ്പോൾ ഞാനത് എടുക്കില്ല. വളരെ ബുദ്ധിമുട്ടി കല്യാണം കഴിച്ച് അന്ന് വൈകിട്ട് തന്നെ കിട്ടുന്ന ഗോൾഡ് എടുത്ത് ഞാനങ്ങ് മുങ്ങും. കൂടെ എൻ്റെ ഭാര്യയും കുഞ്ഞിനും കൂട്ടും കേട്ടോ. വേറൊരു സ്ഥലത്ത് വേറൊരു പേരിൽ ഞാൻ വീണ്ടും പോകും. അന്നാ സിയെ പറഞ്ഞ സത്യമാ. രമേഷ് ബാബു, ജോസഫ്, പീറ്റർ, ജലീൽ അഹമ്മദ്, ഒരു സർവമത സാഹോദര്യം. എൻ്റെ ഭാര്യയ്ക്ക് പോലും അതുവരെ ഞാനൊരു സംശയത്തിന് ഇടം കൊടുത്തിരുന്നില്ല. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ തോറ്റുപോയത് ഇവിടെയാ. അഭിമന്യുവിൻ്റെ തെളിഞ്ഞ ബുദ്ധിക്ക് മുന്നിൽ, നിങ്ങളുടെയൊക്കെ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും മുന്നിൽ. പണ്ട് വാത്മീകി രത്നാകരൻ എന്ന കള്ളനായിരുന്നപ്പോൾ ഒരു സന്യാസിയെ പിടിച്ചു പറിച്ച കഥ കേട്ടിട്ടില്ലേ? ഏതാണ്ട് അതുപോലെ ആയിപ്പോയി എൻ്റെ ജീവിതം. കൊള്ള മുതൽ പങ്കിട്ട കുടുംബത്തോട് എൻ്റെ പാപങ്ങൾ കൂടി പങ്കിടാമെന്ന് ചോദിച്ചപ്പോൾ അവർ കൈമലർത്തി. ഇവിടെ കരണത്തൊരടിയും തന്ന് കൊച്ചിനെടുത്തുകൊണ്ട് എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയി. അതോടെ ഞാനൊരു തീരുമാനമെടുത്തു, അങ്ങ് നന്നാവാം. അവരില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാ പണം, ജീവിതം? എന്താ ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ? വിശ്വസിച്ചാലും നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ചും സപ്തതിക്ക് ക്ഷമിക്കണം. വേണമെങ്കിൽ ഞാൻ ഈ കാല് പിടിച്ച് മാപ്പ് പറയാം. അയ്യോ, എന്താ ഈ പറയുന്നത്? ഞാൻ ക്ഷമിച്ചു. ചേച്ചി, എന്താടി ഇത്? ഒരാളെ നന്നാവാനും സമ്മതിക്കില്ലേ? ഇയാള് നന്നാവില്ല, കള്ളനാ, ചതിക്കും. എടി, ആയിക്കോട്ടെ. ഇനിയും ഈ മനുഷ്യന് അതിന് കഴിയുമെങ്കിൽ ചതിച്ചോട്ടെ. കൊച്ചു കൊച്ചു കള്ളങ്ങൾ കാണിച്ച് ജീവിച്ച ഒരു പാവം കള്ളനായിരുന്നു ഞാൻ. എന്നെ ലോക ക്രിമിനലാക്കിയത് അവളാ, ആവന്തിക. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ അവളുടേതാ. ഉടായ്പിൽ ഞാൻ അവളോട് മത്സരിച്ച ഈ ഗതിയിലെത്തിയത്. പൊറുക്കണം. ഇനി ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ പോലും വരില്ല. ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ വന്നൊന്ന് കാണണമെന്ന് തോന്നി. മനസ്സ് തുറന്ന് സംസാരിച്ച് ഒന്ന് മാപ്പ് പറയണമെന്ന് തോന്നി. പൊക്കോട്ടെ. നിൽക്ക്. ദാ എൻ്റെ കല്യാണക്കുറി. ഈ വരുന്ന 17-ാം തീയതി ഞാനും ഹർഷേട്ടനും ശ്രീപാദം ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം കഴിക്കുക. കൂട്ടത്തിൽ അഭിസാറിൻ്റെ കല്യാണമുണ്ട്. രമേശേട്ടൻ വരണം. ഹർഷം ഭാഗ്യവാനാ. നിന്നെ പോലൊരു നല്ല കുട്ടിയെ അയാൾക്ക് കിട്ടിയല്ലോ. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.
വല്യമ്മേ. ആഹാ, കല്യാണ പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നോ? അറിഞ്ഞ വിശേഷങ്ങളൊക്കെ. ഏതായാലും നന്നായി. 5 പെൺമക്കൾ. എന്റെ പാറുവിന്റെ മഹാഭാഗ്യ. പെൺമക്കൾ വീടിന്റെ വിളക്ക. പക്ഷേ എനിക്ക് ദൈവം തന്ന വിളക്ക് കരിന്തിരി കത്തി അണഞ്ഞുപോയി. എന്താ വല്യമ്മ ഇത്? ഒക്കെ ശരിയാവും. ആ വിശ്വാസത്തില് ഇത്രയും കാലം ജീവിച്ചത്. ഇപ്പൊ ബോധ്യപ്പെട്ടു ഒന്നും ശരിയാവില്ലെന്ന്. ചേച്ചി, പാറു, വേണ്ട, സ്വീകരണമൊന്നും വേണ്ട. കഴിഞ്ഞൊന്നും മറക്കാനാവില്ല ഈ യതീന്ദ്രൻ. അയ്യോ അച്ഛ, അച്ഛൻ എന്തായി കാണിച്ചേ? വല്യമ്മ കണ്ടിട്ട് എന്താ മിണ്ടാതെ പോന്നെ? ഞാനാ വല്യമ്മ വിളിച്ചു വരുത്തിയത്. ആരോട് ചോദിച്ചിട്ട്? ഇതിലൊക്കെ എന്ത് ചോദിക്കാനാ അച്ഛാ? രക്തബന്ധമല്ലേ, അറുത്ത് മാറ്റാൻ പറ്റുമോ? അവർക്കാവാമെങ്കിൽ നമുക്കും ആവാം. അതിന് വല്യമ്മ എന്ത് തെറ്റ് ചെയ്തു? തെറ്റും ശരിയൊന്നും ഞാനിപ്പോ നോക്കാറില്ല. എന്റെ മോളുടെ ജീവിതം തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ വിഷസർപ്പത്തിനെ പ്രസവിച്ച സ്ത്രീ മാത്രമാണ് ഇപ്പൊ അവര്. അച്ഛാ, അതേടി, അറിഞ്ഞുകൊണ്ടാരെങ്കിലും വിഷസർപ്പത്തിന് വിളക്ക് കൊടുത്തു? ആ കുടുംബവുമായുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞു. പറയാൻ എളുപ്പം അച്ഛാ, പക്ഷേ അത് പ്രവൃത്തിയിൽ വന്ന നമ്മുടെ അമ്മ സങ്കടപ്പെടുന്നത് കാണേണ്ടി വരും. വല്യച്ഛനോടും അവന്തികയോടും അച്ഛൻ ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ വല്യമ്മ അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അച്ഛാ. അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയില്ല എന്നുള്ളതാ. അതൊരു വലിയ തെറ്റാ മക്കളെ. അടുത്ത തലമുറയെ നശിച്ചു പോകുന്നത് കണ്ടില്ലേ? ആരോമൽ അന്ന് ഇവിടെ വന്ന് കാണിച്ച പ്രകടനം. എന്റെ മുഖത്ത് നോക്കി വർത്തമാനം പറയാതെ പൂച്ചയെപ്പോലെ പതുങ്ങി നടന്ന പയ്യനാ. ഒരവസരം വന്നപ്പോ അവന്റെ ഉള്ളിലെ അഹങ്കാരം പുറത്തുചാടിയത് കണ്ടോ? വേണ്ട മക്കളെ, വേണ്ട. ആ വീടുമായിട്ട് ഇനി ഈ ജന്മം നമുക്കൊരു ബന്ധവും വേണ്ട. അപ്പോ എന്നെ മൊത്തമായിട്ട് അങ്ങ് ഉപേക്ഷിച്ചു അല്ലേ? ചേച്ചി എന്തായി പറയുന്നേ? അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഓരോരോ സാഹചര്യങ്ങളല്ലേ പാറു. ഞാൻ ആരെയും പഴിക്കുന്നില്ല. നിന്റെ നിസ്സഹായ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. യതീന്ദ്രന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ പെരുമാറും. അത്രയും വലിയ ദ്രോഹമല്ലേ എന്റെ മകളും ഭർത്താവും നിങ്ങളോട് ചെയ്തത്? അതൊക്കെ കഴിഞ്ഞില്ലേ ചേച്ചി? ഇനി എന്തിനാ വെറുതെ ഓർത്തെടുത്ത് സങ്കടപ്പെടുന്നത്? ഞാൻ പോവോ പാറു? ചേച്ചി, ഇവിടെ വരെ വന്നിട്ട് പാറുവിന്റെ കൈകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം കുടിക്കാതെയോ? എന്തിനടി വെള്ളം കുടിക്കുന്നത്? മനസ്സ് നിറഞ്ഞില്ലേ? നിന്നെ കാണാനാ ഞാൻ വന്നത്. കണ്ടു, സന്തോഷായി. പോവാ. മക്കളെ, ഞാൻ കരുതി നിങ്ങൾക്കും വല്യമ്മയുടെ പിണക്കാണെന്ന്. പിണക്കോ? വല്യമ്മേടോ? പാറു, അച്ഛാ, എന്താണ് ഇവിടെ? 2 കല്യാണം നടക്കാൻ പോകുന്ന വീടാ. 100 കൂട്ടം പണി കിടക്കുന്നു. വെറുതെ അവിടെ ഇവിടെ നിന്ന് സംസാരിച്ച് നേരം കളയാതെ കേറി പോടേത്. നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? ആ കട്ടിലും ജനലൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ പറഞ്ഞില്ലേ? കേറി പൊടി. ഇനി നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറയണോ? കേറിപ്പോ.
എന്താ അന്യരെ പോലെ മുറ്റത്തിരിക്കുന്നേ? ഇത് നിങ്ങളുടെ കൂടെ വീടാ, സ്വന്തം അനിയത്തി താമസിക്കുന്ന വീട്. അകത്തോട്ട് ചെല്ലാൻ ഞാനീ പ്രത്യേകം പറയണോ? ഇതൊരു കല്യാണ വീടാ, 100 കൂട്ടം പണിയുണ്ട്. നോക്കി നിൽക്കാതെ അവരെ ചെന്ന് സഹായിക്കു ചേച്ചി. ചേച്ചി വല്യമ്മ വാ വാ. നല്ല അച്ഛൻ. അച്ഛനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ലോകത്തൊരച്ഛനെയും ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല മോളെ. എനിക്ക് പറ്റും അച്ഛാ. പകലന്തിയോളം വീടിന് വേണ്ടി പണിയെടുത്ത് രാത്രി സമയത്ത് വീട്ടിൽ വന്ന് കയറുമ്പോ ആ വീട്ടിലുള്ളവർക്ക് ഒരു സുരക്ഷിതത്വം ആ അച്ഛനാ. ആ നേരത്തെ ഞങ്ങൾക്ക് കിട്ടുന്ന ആശ്വാസം വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അച്ഛൻ ഈ വീടിന്റെ വിളക്ക. എന്താ ചേച്ചി, ഇരിക്കപ്പുറതി ഇല്ലല്ലോ? കല്യാണത്തിന്റെ ടെൻഷനാ? മനുഷ്യ വെന്ത് നിൽക്കുമ്പോ കോമഡി പറയല്ലേ ജ്യോതി. കോമഡി അല്ല, ട്രാജഡി. ചേച്ചിയുടെ അവസ്ഥയൊക്കെ എനിക്കറിയാം. നിനക്കറിയാവുന്നതിനേക്കാൾ ഭീകരോ എന്റെ അവസ്ഥ. ശത്രുവിന്റെ അകൽച്ചയേക്കാൾ ഭയക്കണം അവന്റെ ഉറക്കം, അവന്റെ മൗനം. ഏത് നിമിഷോ അവൻ ചാടി വീഴാന്ന് പറയാൻ പറ്റില്ല. എന്റെ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് വാക്കിലും നോക്കിലും ഓരോ ഇഞ്ചിലും ഭീഷണി മുഴക്കി കോലച്ചിരിയുമായി നടക്കുകയല്ലേ അവള്, ആ മൂദേവി സംയുക്ത. തൽക്കാലം അവളെ അവിടെ വഴിക്ക് വിടി ചേച്ചി. എന്നിട്ട് ഈ കല്യാണ മഹാമഹം മുടക്കാൻ എന്താ വഴിന്നൊന്ന് ആലോചിക്കേ. ചുറ്റും പ്രശ്നങ്ങളുടെ എണ്ണം കൂടുമ്പോ ആദ്യം ഏത് അവസാനിപ്പിക്കണമെന്നൊരു കൺഫ്യൂഷൻ. അങ്ങനൊരു കൺഫ്യൂഷനൊന്നും ഇനി ഇവിടെ ടൈമില്ല. ഇപ്പൊ തന്നെ നമ്മൾ വൈകിന്നാ എനിക്ക് തോന്നുന്നത്. അതെടി, വൈകി. പക്ഷേ ഈ വൈകൽ ഒരു വലിയ വിജയത്തിന്റെ താക്കോലാക്കി എങ്ങനെ മാറ്റുന്ന എന്റെ ചിന്ത. ഞാനൊരു കാര്യം പറയട്ടെ. മേലും കീഴും ഒന്നും നോക്കാൻ നിൽക്കണ്ട. ആദ്യം ആ സംയുക്ത അങ്ങ് കൊന്നേക്ക്. ആരാ ചേച്ചി? ആ, പരിചയമില്ലാത്ത നമ്പറാ. എടുക്ക്. ഹലോ. ഹലോ, കളപ്പുരക്കൽ ശർമ്മിളയല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ നിങ്ങളുടെ ഇളയ മരുമകളുടെ ഇളയവൾ. മനസ്സിലായില്ലേ? ഹർഷന്റെ പെണ്ണ് സപ്തതിയുടെ അനുജത്തി സംയുക്ത. ആരാ ചേച്ചി? അവളോ, ആലവലാതി സംയുക്ത. എന്തൊരു ആയുസ്! പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല. അല്ല, സോറി, ഞാൻ ഓർക്കാതൊരു നാട്ടു നടപ്പ് പറഞ്ഞതാ. ചേച്ചി സംസാരിക്കേ. എന്താ അവളുടെ ഉദ്ദേശം എന്നറിയാലോ. ഹലോ. എന്തുപറ്റി? നാക്കിറങ്ങിപ്പോയോ? നീ വിളിച്ച കാര്യം പറടി. അടുത്തല്ലേ ഉപദേഷ്ടാവ്, മെയ്ഡ് ഇൻ കാനഡ, ജ്യോതിർമയി ദേവി.